വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് റിജക്ഷൻ തന്നിരിക്കുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഈ മാസം സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും മുകളിൽ നിന്നൊരു നല്ല രീതിയിൽ ഒരു റിജക്ഷൻ കാണിക്കുന്നുണ്ട്. എനിവേ കുറച്ചുകൂടി താഴോട്ടേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ലൈൻ വരെ ആയിരിക്കും വരാനുള്ള സാധ്യത കാണുന്നത് മന്ത്ലിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ കുറച്ചും കൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ മന്ത്ലിയിൽ വരാനുള്ള സാധ്യത ഈ ഒരു ലെവലും കൂടിയാണ്, അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ ഈ കഴിഞ്ഞ അടുത്ത വീക്കിൽ വരുമെന്ന കാര്യം ഉറപ്പില്ല, എന്നിരുന്നാലും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. ഇനി മുകളിലോട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്ന അടുത്തൊരു ലെവൽ എന്ന് പറഞ്ഞാൽ ഈ സെല്ലിംഗ് ക്യാൻഡലിന്റെ ഹൈ ആണ്, അത് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് വീക്കിലിയിലോട്ട് പോവാം. വീക്കിലിയിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ്. നോക്കിയാൽ കാണാം ഈ ലെവലിൽ നിന്ന് ഈ വീക്കിന്റെ ക്യാൻഡിൽ സപ്പോർട്ട് എടുത്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ട് അവിടേക്ക് റീടെസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ മുകളിലൊന്നും കാര്യമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താനില്ല, താഴോട്ടേക്ക് അടയാളപ്പെടുത്താനില്ല. സോ അത് ഒന്നും മാർക്ക് ചെയ്യുന്നില്ല. ഇനി വീക്കിലിയിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് താഴോട്ടേക്കുള്ള ലെവലാണ്. ഈ ഒരു ലെവല് ഉണ്ട്, അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പോ ഇത്രയാണ് വീക്കിലിയിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേയിലേക്ക് നോക്കുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് ഇത്തവണയും വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. സോ ഇപ്പം പിന്നെ മാത്രമല്ല ഒരു FEGയിലും കൂടിയിട്ട് ഇവിടെ മാർക്കറ്റ് ഉണ്ട്. ഒരു FEGയിൽ ഇപ്പം മാർക്കറ്റ് നിന്ന് കളിക്കുന്നത്. സോ ആ ഒരു ലെവലിനെ വൺ ഡേയിലൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേയിൽ വർക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് 4 അവറിലേക്ക് പോവാം. 4 അവറിലേക്ക് പോകുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഇപ്പോൾ മാർക്ക് ചെയ്തിടുന്നത്. പലതവണ മാർക്കറ്റ് ആ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ മുകളിലും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. പലതവണ ഇവിടേക്ക് മാർക്കറ്റ് വന്ന ഏരിയ ആണ്. ഈ രണ്ട് റേഞ്ചിന്റെ ഉള്ളിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ റേഞ്ചിന്റെ പുറത്തോട്ട് വന്നാലാണ് നല്ലൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുള്ളൂ. എനിവേ 4 അവറിൽ ഇനി നമുക്ക് കുറച്ചുകൂടി താഴോട്ടേക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട്, ഒന്നുകൂടി മാർക്ക് ചെയ്ത് വെക്കാം. ഫറവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. 3131.163 ആൻഡ് 3169.545. അടുത്തത് 3247.865 ആൻഡ് 3288.841. ഇനി റെസിസ്റ്റൻസിന് നോക്കാം. 3393.095 ആൻഡ് 3349.776. പിന്നെ നമുക്കുള്ളത് അടുത്തൊരു ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈ എന്ന് വെച്ചാൽ 3500 ആണ് ഓൾ ടൈം ഹൈ വരുന്നത്. അപ്പൊ ഇത്രയാണ് 4 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. സോ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലുമാണ്. ഈ ലെവൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് പലതവണ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് പോയതാണ്, എന്നിട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും വന്നിട്ടുണ്ട്. സോ ഇനി 1 അവറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ FEG ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ FEGയിൽ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. FEG ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ലെവല് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് ഉണ്ട്, മുകളിലോട്ട് തന്നെ വീണ്ടും പോവാം. അതിൽ ഓരോ പ്രധാനപ്പെട്ട ഏരിയ FEG ബ്രേക്ക് ചെയ്ത് 1 അവറിന്റെ ഈ ഏരിയ അതുപോലെ തന്നെ ഈ ഏരിയ ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ FEGയിൽ നിന്ന് ഒരു നല്ലൊരു സപ്പോർട്ട് എടുക്കുക, അതായത് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നല്ലൊരു സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഏരിയകളിലേക്കൊക്കെ വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓരോ ഏരിയയിലും റിവേഴ്സലും എക്സ്പെക്ട് ചെയ്യുക.
ഒരിക്കലും അത് പരിപൂർണമായിട്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. സോ മിക്കവാറും ഈ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും ഈ ആഴ്ചയും ട്രേഡ് നടക്കാൻ സാധ്യത. ഇനി അല്ലെങ്കിൽ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈനെ ഒരിക്കൽ കൂടി അപ്രോച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു നല്ലൊരു സ്ട്രോങ് ലെവൽ എന്ന് പറയുന്നത് താഴോട്ടേക്കാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും എക്സ്പെക്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ബ്രേക്ക് ചെയ്താലും ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ചെന്നിട്ട് ചിലപ്പോൾ 1-2 ക്യാൻഡിലൊക്കെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പോവുക. അതുപോലെ തന്നെ താഴോട്ടേക്ക് വന്ന് 1-2 ക്യാൻഡിൽ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടും പോവാവും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലെങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഒരു കണ്ടിന്യൂഷൻ ബ്രേക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം താഴോട്ടേക്ക് ടാർഗറ്റ് വെക്കുക. അതുപോലെ തന്നെ മുകളിലോട്ടും അങ്ങനെ തന്നെ വെക്കുക. അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് വീണ്ടും കാണേണ്ടി വരും. ഇതുപോലെയൊക്കെ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടായിരിക്കും. അതുപോലെ 50 മിനിറ്റ്സിന്റെ ഏരിയാസ് ഉണ്ടായിരിക്കും. അതിനൊക്കെ മാർക്കറ്റ് ഒരു പക്ഷേ റെസ്പെക്ട് ചെയ്യാനും സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ട്രേഡ് റൂട്ടിന്റെ ഡെയിലി അനാലിസിസും കൂടി കാണുക. ഡെയിലി അനാലിസിസിൽ 1 അവറിന്റെയും 50 മിനിറ്റ്സിന്റെ ഏരിയാസ് ഒക്കെ കൃത്യമായി മാർക്ക് ചെയ്ത് അതിൽ അടയാളപ്പെടുത്താറുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.